ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അറബിക് റൈസായ ചിക്കൻ മദ്ഹൂദിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിലും വളരെ സിമ്പിളായിട്ട് കുക്കറിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചൂടായ കുക്കറിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലോട്ട് തക്കാളിയും ഉള്ളിയും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാളയും പിന്നെ 2 പച്ചമുളകും പിന്നെ ഒരു 6-7 പീസ് ഉരുളക്കിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ആ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് സ്കിപ്പ് ചെയ്തതാണ്, വിട്ടുപോയി. അപ്പോൾ ഞാൻ ഈ ടൈമിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക, ഗ്രാമ്പു, പട്ട അതൊക്കെയാണ്. പിന്നെ ഇതിലോട്ട് നമുക്ക് കബ്സ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അറബിക് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ മാഗി ക്യൂബ് കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എക്സ്ട്രാ. പിന്നെ ഈ അറബിക് മസാലയും അത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ ഇതിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അരിക്കുള്ള വെള്ളം കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന മെഷർമെൻറ്റിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാം. ഒരു കുക്കറിൽ 1 വിസിൽ അടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് മുന്നേ 2 ഉണക്കനാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 1 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും 1 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മദ്ഹൂദ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.